കാരണം ഇന്ന് ഈ ഉച്ച വരെയുള്ള ഇത് വെച്ച് പറയാം, അങ്ങനെ സംഭവം അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ലെന്ന് തന്നെ ഈ പോലീസുകാർ വന്നപ്പോഴെല്ലാം വിശ്വസിച്ചിരുന്നത്. പിന്നെ എവിടെയെങ്കിലും അവളുണ്ടെ കണ്ടുപിടിച്ച് കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതിലാണ് അന്ന് ആ ഫോട്ടോയൊക്കെ കൊടുത്തതും. സന്തോഷമായിരുന്നു അങ്ങനെ ഒരു അന്വേഷണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊടുത്തതായിക്കോട്ടെ, അവളെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ അവർ തന്നെ പറഞ്ഞെന്ന്. ഇവരെയൊക്കെ പിടിച്ചത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ പിടിച്ചെന്ന്, പ്രതികളെയൊക്കെ പിടിച്ചെന്ന് അവരെല്ലാം ഈ അനിലിന്റെ ചേട്ടന്റെ അനിയന്റെ മക്കളെയാണ് പിടിച്ചിരിക്കുന്നത്. ഒന്ന് അനിലിന്റെ അളിയനാണ്, പെങ്ങടെ ഭർത്താവ്. ഒന്ന് അവന്റെ വലിയച്ഛന്റെ മകനെ, പിന്നെ അവന്റെ വലിയച്ഛന്റെ മക്കളൊക്കെ തന്നെ, എല്ലാരും ബന്ധുക്കളൊക്കെ തന്നെ. അവര് തന്നെയാണെന്ന് അവര് പറയുന്നു. അവര് കാറെ വെച്ചാണ് കൊന്നതെന്നും, കാറെ കൊണ്ടു നടന്ന് കുട്ടനാട്ടിൽ കൊണ്ടുവച്ചു ആ കാറെ വെച്ച് ഷാളിട്ട് മുറുക്കി കൊന്നിട്ട് ഇവന്മാര് 4 നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ തന്നെ പ്രതികരണമാണ് കേൾക്കുന്നത്. അവരും ഇത് കേൾക്കുമ്പോൾ അവർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം 15 വർഷത്തിന് ശേഷം ഒരിക്കലുമില്ല. കല പോയി 15-ാം പക്കം കല്യാണം കഴിച്ചവനവന്. കല അവിടെ സ്വന്തം ഇഷ്ടം. അവര് പറയുന്നു ഇങ്ങനെ ഒരു ഇതുണ്ടായി, അവര് പോയെന്ന് പറയുന്നു. അത്തരത്തിൽ ഈ കല അനിലുമായി ബന്ധം ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോകാനുള്ള കാര്യം അങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയത്തില്ല അതിനെപ്പറ്റി ഒരു. കാരണം അനിൽ സ്ഥലത്തില്ല. അനിൽ ആ സമയത്ത് ഗൾഫിലാണ്. ഈ കല പോകുന്നതൊക്കെ, കല അവരുടെ വീട്ടിലാണ്. അങ്ങനെ അവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളോട് അവള് പറഞ്ഞിട്ടില്ല. ഇല്ല 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 അവക്കൊരു കുടുംബ പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല. ഇല്ലയോ? അവിടെ അമ്മായിയമ്മയ്ക്കും അനിലിന്റെ അമ്മയ്ക്കും ഇഷ്ടമല്ലായിരുന്നു അവളെ. പിന്നെ തന്തയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അനിലിന്റെ അച്ഛന്. അങ്ങനെയുള്ള ഇതായിരുന്നു കാര്യം. അവന് ഈഴോക്കച്ഛന്, ഞങ്ങള് പുലയര്. എന്റെ അമ്മ ഈഴവ സ്ത്രീയാ, അച്ഛൻ പുലയന്. അപ്പൊ എന്റെ അമ്മയ്ക്ക് ബന്ധപ്പെട്ടതാണ് ഈ കൊച്ചുങ്ങളെല്ലാം, ഈ കല കൊണ്ടുപോയ ചെറുക്കനുമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള നമ്മളോടുള്ള സ്നേഹം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു കൃത്യത്തിൽ ഇത് അവസാനിക്കുമെന്ന് നമുക്ക് ഓർമ്മയില്ല. ഞാൻ അന്നും പറയുന്നുണ്ട് ആർക്കൊക്കെയോ കൊട്ടേഷൻ കൊടുത്തായിരുന്നെന്നും, അവര് നോക്കിയപ്പം കലയെ അവർക്കെല്ലാം അറിയാവുന്നതാണെന്നും. ഈ കൊട്ടേഷൻ കൊടുത്തത് അത് ഇവരാരാണ്ടാ കൊടുത്തെന്നാ പറയുന്നത്. മനസ്സിലായില്ല. ഇവര് കലയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞായിരുന്നു. ഈ മറ്റു ജാതിയിൽപ്പെട്ട സ്ത്രീ കലയുടെ ബന്ധുക്കളുടെ പ്രതികരണമാണ് കേട്ടത്. മുൻപും കൊലപാതകത്തിനായിട്ടുള്ള ശ്രമം നടന്നിരുന്നു, കൊട്ടേഷൻ നടത്തിയിരുന്നു എന്നാണ്. കൊട്ടേഷൻ കൊടുത്തു. പക്ഷെ അവര് ചെന്നപ്പം, കൊല്ലാൻ ചെന്നപ്പോ ഇത് അവർക്കറിയാവുന്ന പെങ്കൊച്ച കല. അത് ഞങ്ങളോട് പറഞ്ഞായിരുന്നു അവര്. എടാ ഇന്ന പോലെ കൊട്ടേഷൻ തന്നിട്ടുണ്ട് കൊല്ലാന്, അതുകൊണ്ട് നിങ്ങൾ കലയെ പ്രത്യേകം ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞു. ഈ കൊട്ടേഷൻ കൊടുത്ത പിള്ളേര്, ആ പിള്ളേരിപ്പോ ജീവിച്ചിരിപ്പില്ല. അവർ രണ്ടുപേരും മരിച്ചുപോയി. അപ്പം പറഞ്ഞ കല ഞങ്ങൾ പെങ്ങളെ പോലെ കണക്കാക്കുന്നത്, പക്ഷെ അവളെ കണ്ടാൽ ഞങ്ങൾക്ക് കൊല്ലാൻ തോന്നുകൂടാന്ന് ചോദിച്ചു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം അവളെ, ഇവന്മാര് ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാത്ത കൃത്യം അവന്മാര് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് ചെയ്തു, അവർ ചെയ്തതായിരിക്കും. അങ്ങനെ ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അവരുടെ ഇത്തരത്തിൽ 15 വർഷം ഈ കലയെ കാണാതിരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് പ്രത്യേക സംശയം തോന്നിയില്ല? ഞങ്ങൾ ഓർക്കുന്നത് ഇവളെവിടെയോ ആരുടെയോ കൂടെ സ്നേഹിച്ച് പോയെന്നാ ഞങ്ങൾ ഓർക്കുന്നത്. ആ പോയ ചെറുക്കന്റെ കൂടെ അവൾ താമസിക്കുവാണോ എന്തോന്നൊന്നും ഞങ്ങൾക്കറിയാൻ വയ്യ. പിന്നെ അതിനെപ്പറ്റി ഇവനും ഞങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ല. അവളെ വേണ്ടാന്ന് വെച്ചേച്ച് അവൻ 15-ാമത്തെ ദിവസം വിവാഹം കഴിച്ചു. ആ വകയിൽ 2 ആൺപിള്ളേരുണ്ട്. ആദ്യത്തെ വകയിൽ ഒരു മോനുണ്ട്. ആ മോനിപ്പം +1. നിലവിൽ ഈ സൂരജ് എവിടെയാണെന്നല്ലോ അറിയോ? അവനെവിടാണെന്ന് അതൊന്നും ഞങ്ങൾക്കറിയാൻ വയ്യ. ഈ പയ്യനെ ഒന്നും ഞങ്ങൾക്കറിയാൻ വയ്യ.